തുടരുമിൻ്റെ അകത്ത് മോഹൻലാൽ പ്ലേ ചെയ്തിരിക്കുന്ന ക്യാരക്ടർ ബെൻസ് ഷൺമുഖൻ എന്ന് നമ്മൾ എംപുരാൻ്റെ ഖുറേഷി അബ്രാം ഇതിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുവാണെങ്കിൽ ബെൻസ് ഷൺമുഖൻ എവിടെ ഖുറേഷി അബ്രാം ഒന്നും 7 അയലത്തെത്തത്തില്ല. അജാതി പെർഫോമൻസ് അല്ലേ കാണിച്ചു വെച്ചേക്കുന്നത്. ഇത്ര വർഷങ്ങൾക്ക് ശേഷമാണ് മോഹൻലാലിൻ്റെ ഒരു പടം കണ്ടു കഴിഞ്ഞ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പം സാറ്റിസ്ഫാക്ഷനും ഗൂസ് ബംസും എല്ലാം ഒരുമിച്ച് കിട്ടിയില്ല. പടം എന്ന് വെച്ചാൽ ഇങ്ങനെ ആയിരിക്കണം പടം. വാട്ട് ഈസ് അപ്പ് ഗൈസ്, യു ആർ ഓൾറെഡി വാച്ചിങ് സിനിമ ഇസ് ലൈഫ്. ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യാൻ പോവാണ് തുടരും. പേഴ്സണലി ഒത്തിരി ആൻറ്റിസിപ്പേറ്റ് ചെയ്ത പടമാണ്. ഞാൻ എന്നെ അറിയാവുന്നവരോട് എംപുരാൻ റിലീസാകുന്ന മുമ്പേ വരെയും പറഞ്ഞിട്ടുണ്ട്, ഞാൻ എംപുരാനെ കാട്ടിലും കൂടുതൽ വെയിറ്റ് ചെയ്യുന്ന പടമാണ് തുടരും. കുറേ റീസൺസ് ഉണ്ട്. കാരണം കഴിഞ്ഞ 1 വർഷമായിട്ട് ഒരു വല്ലാത്ത ഹൈപ്പാണ് ഈ മൂവിക്ക്. കാരണം ഈ പടം തുടങ്ങിയപ്പം ഒരു ഫീൽ ഗുഡ് ഫാമിലി കോമഡി സെറ്റപ്പ് പോലൊരു മൂവിയാണ് തോന്നിയത്. പക്ഷെങ്കിൽ പിന്നെ ഇടയ്ക്കിടയ്ക്കൂന്ന് എവിടെ നിന്നൊക്കെ ന്യൂസ് വരാൻ തുടങ്ങി ഇതൊരു എന്താ പറയുന്ന ഒരു ദൃശ്യം ടൈപ്പ് പടമാണെന്ന്, അല്ലെങ്കിൽ ഇതിൻ്റെ സെക്കൻഡ് ഹാഫ് നല്ല അടിപൊളി എന്തുവാണ് മാസ് ആക്ഷൻ ആവുമെന്ന്, മോഹൻലാൽ എന്തുവാണ് വേറെ ഒരു ലെവലെത്തുമെന്ന്, എന്തൊക്കെയോ പുള്ളി ഒരു വണ്ടി റിലേറ്റഡ് മൂവിയാണെന്ന്, പുള്ളിയുടെ വണ്ടിയുമായിട്ട് ഭയങ്കര കണക്ഷനുണ്ട്, പിന്നെ വണ്ടിക്ക് എന്തോ സംഭവിക്കുന്നു, അത് കാരണം പുള്ളിയുടെ കിളി പോകുന്നു, പിന്നെ മാസ് അടി പിടി തല്ല്, പിന്നെ ലാലേട്ടൻ സ്പെഷ്യൽ. അപ്പോൾ ഒരു കോമഡി ഫീൽ ഗുഡ് പ്ലസ് മാസ് ആക്ഷൻ. പക്ഷേ ഇതൊന്നും ഒഫീഷ്യലി അല്ല റിലീസാകുന്നത്, ജസ്റ്റ് റൂമേഴ്സ് ആണ്. ആൾക്കാർ സ്പ്രെഡ് ചെയ്യുന്ന ഹൈപ്പാണ്. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും റെഡിറ്റിലും ഇതിൻ്റെ അകത്ത് എല്ലാ ആൾക്കാർ വന്ന് സ്പ്രെഡ് ചെയ്യുന്ന ഹൈപ്പാണ്. പക്ഷേ ഒഫീഷ്യൽ ഒന്നുമില്ല. ഒഫീഷ്യലി പോസ്റ്റേഴ്സ് ഇറങ്ങുന്ന മൂവിയുടെ ഒന്നൊന്നായിട്ട് അതെല്ലാം നല്ല ഫീൽ ഗുഡ് വൈബാണ് തരുന്നത്. ടീസർ ഇറങ്ങി നല്ല ഫീൽ ഗുഡ് വൈബാണ് തരുന്നത്. പിന്നെ ട്രെയിലർ ഇറങ്ങി റീസെൻ്റ്ലി. ട്രെയിലറിൻ്റെ അകത്ത് നമ്മൾ യഥാർത്ഥത്തിൽ ഒരു എന്താ പറയുന്ന ഒരു ട്രെയിലർ ഓൾസോ ഷോഡ് എ വെരി ഫീൽ ഗുഡ് സോർട്ട് ഓഫ് എ വൈബ്, ഫാമിലി ഫീൽ ഗുഡ് കോമഡി വൈബ്. പക്ഷെങ്കിൽ ഒരു ഡാർക്ക് സൈഡും കൂടെ നമ്മളെ കാണിച്ച് അപ്പം ഒരു ഇൻഡിക്കേഷൻ കിട്ടി ഈ റൂമേഴ്സ് എല്ലാം ട്രൂ ആയിരിക്കുമെന്ന്. അപ്പോൾ ഒരു എന്താ പറയുന്ന ആൻറ്റിസിപ്പേഷനും ആ ഹൈപ്പും നല്ല അടിപൊളിയായിട്ട് ബിൽഡായി. അങ്ങനെ ഇരുന്ന് പിന്നെ ഇന്നലെ ഫൈനലി ഈ പടം റിലീസായി. ഈ പടം കണ്ട് എന്ത് അടിപൊളി പടമാണ്. ഈ പടത്തിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന അത് സ്പോയിലറായി മാറും. അതുകൊണ്ട് ബൈ സേയിങ് വെരി ലെസ് ഐ വിൽ ജസ്റ്റ് ഫിനിഷ് ഓഫ്. നമുക്ക് ഒന്നൊന്നായിട്ട് പോയിന്റ്സ് എല്ലാം കവർ ചെയ്യാം. സ്റ്റാർട്ടിങ് വിത്ത് പടത്തിൻ്റെ സ്റ്റോറി, ഓവറോൾ ഡിറക്ഷൻ, സ്ക്രീൻ പ്ലേ, മൂവിയുടെ പേസിങ്, ഇതെല്ലാം. പടം ഡയറക്റ്റഡ് ബൈ തരുൺ മൂർത്തിയാണ്. തരുൺ മൂർത്തി ഇതിൻ്റെ മുമ്പേ ഡയറക്റ്റ് ചെയ്തേക്കുന്ന മൂവീസാണ് ഓപ്പറേഷൻ ജാവ, സൗദി വെള്ളയ്ക്ക. ഒക്കെ നല്ല അടിപൊളി പടങ്ങളാണ്. പുള്ളി ഒരു അടിപൊളി സ്റ്റോറി ടെല്ലറാണെന്ന് നിങ്ങൾ ഈ 2 പടങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ഈ പടം തുടരും ഇസ് സച്ച് എ ലെയർഡ് ഫിലിം. എന്ത് ലെയേഴ്സാണ് ഈ മൂവിക്കകത്തുള്ളത്, എന്ത് ഇമോഷണൽ ലെയേഴ്സാണ് ഈ മൂവിക്കകത്തുള്ളത്. കാരണം ഈ മൂവി തുടങ്ങുന്നത് ഒരു ഫീൽ ഗുഡ് ഹാപ്പി ഫാമിലി വൈബാണ്. പക്ഷെങ്കിൽ ഒരു ഇൻസിഡൻറ്റ് സംഭവിക്കും, അതിൻ്റെ ശേഷം ഈ മൂവി ഒരു ടേൺ എടുക്കും. നല്ല ഡാർക്ക് ടേൺ ആണ്, ഫാമിലി റിലേറ്റഡ്. പിന്നെ പറയുന്നില്ല ഒന്നും, എല്ലാം സ്പോയിലായിപ്പം. പക്ഷെങ്കിൽ ഒരു ഡാർക്ക് ടേൺ എടുക്കും. അത് കഴിഞ്ഞ് ഈ മൂവി ഒരു വേറെ ലെവലെത്തും. വേറെ ലെവൽ എന്ന് വെച്ചാൽ നമ്മുടെ എല്ലാത്തിൻ്റെ കൂടെ. കാരണം നമ്മൾ കാണുന്നത് മൂവി തുടങ്ങുമ്പം വേറെ ഒരു ആസ്പെക്റ്റ്, തീരുമ്പം വേറെ ഒരു ആസ്പെക്റ്റ്. പക്ഷെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്കൂടെ മൂവി കൊണ്ടുപോകുന്ന ആക്ടേഴ്സ്, എസ്പെഷ്യലി മോഹൻലാൽ, ശോഭന, ഇവരെല്ലാവരും കൂടെ എന്ത് പെർഫോമൻസ് ആണ് ഇവർ കാണിച്ചു വെച്ചേക്കുന്നത്. നമ്മുടെ ഏട്ടൻ എന്ന് വെച്ചാൽ ഹീസ് ബാക്ക് അറ്റ് ഹിസ് ബെസ്റ്റ്. ഹീസ് ഡൂയിങ് വാട്ട് ഹി ഡസ് ബെസ്റ്റ്. പുള്ളി ആ കോമൺ മാൻ പ്ലേ ചെയ്യുന്ന ആ ഫ്ലെയറും ആ കരിസ്മയും ആ എന്തൂസിയാസവും ആ ആക്ടിങ്ങിൻ്റെ സ്കില്ലും ആ റേഞ്ചും, പിന്നെ പുള്ളി ട്രാൻസിഷനായി ഒരു വേറെ ആളായി മാറി വരുമ്പോഴത്തേക്ക് മോനെ നമ്മൾ ആ സ്ക്രീനിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കാണുമ്പോഴത്തേക്ക് നമ്മുടെയൊക്കെ കിളിപോവും. അല്ല അടിപൊളി സംഭവമാണ് വരച്ച് വെച്ചേക്കുന്നത്. മൂവിയുടെ സ്റ്റോറി അടിപൊളി, പേസിങ് അടിപൊളി, മൂവി ട്രാൻസിഷനായി വരുമ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ വേറെ ലെവലാണ്. സൂപ്പർലി ഡയറക്റ്റഡ് മൂവിയാണ് തുടരും. നല്ല അടിപൊളി സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ആണ്, ഡയലോഗ്സ് ആണ്. ഈ മൂവിയുടെ ഡയലോഗ്സിനെ കുറിച്ച് പറയുവാണെങ്കിൽ, എസ്പെഷ്യലി സ്റ്റാർട്ടിങ്ങിൻ്റെ പാർട്ടിലുള്ള കോമഡിയൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ മോഹൻലാലിനെ തന്നെ ട്രോൾ ചെയ്യുവാണ്. മോഹൻലാലിൻ്റെ പഴയ പടങ്ങളുടെ ഡയലോഗ്സൊക്കെ നല്ല കോമഡി ആയിട്ടാണ് യൂസ് ചെയ്തേക്കുന്നത് ഈ മൂവിക്കകത്ത്. സോ ഈ ട്രോളിങ് ഹിംസെൽഫ്. ഇത് കണ്ടപ്പോൾ എനിക്ക് ഗുഡ് ബാഡ് അഗ്ലിക്കകത്ത് അജിത്തിൻ്റെ പഴയ മൂവീസിന് കൊടുത്തേക്കുന്ന കോൾ ഔട്ട് പോലെ തുടരുമിൻ്റെ അത് മോഹൻലാലിൻ്റെ പഴയ മൂവീസിന് കുറേ കോൾ ഔട്ട്സ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നല്ല ഇൻട്രസ്റ്റിംഗ് ഡയലോഗ്സ് സ്റ്റാർട്ടിങ്ങിൽ, പിന്നെ ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് നല്ല മാസ് ഡയലോഗ്സ്. ഇതൊക്കെ ഒരുമിച്ച് വരുമ്പോഴത്തേക്ക് സ്റ്റോറി, ഡയലോഗ്സ്, പിന്നെ ഫിലിമിൻ്റെ ടെക്നിക്കൽ ആസ്പെക്ട്സ്, എഡിറ്റിംഗ്, സൗണ്ട് ഡിസൈനൊക്കെ. മൂവിയുടെ സ്റ്റാർട്ടിങ്ങിൽ ഒരു പ്രത്യേകതരം സിനിമാറ്റോഗ്രാഫിയാണ്. നല്ലൊരു ഫീൽ ഗുഡ് പേസ്റ്റലിഷ് സിനിമാറ്റോഗ്രാഫി. പക്ഷെങ്കിൽ ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് നല്ല ഡാർക്ക്, പിന്നെ ആർട്ടിഫിഷ്യൽ കളേഴ്സൊക്കെ യൂസ് ചെയ്ത് നല്ല ടെൻഷൻ ഇൻഡ്യൂസിങ് സിനിമാറ്റോഗ്രാഫി. ഇതെല്ലാം നല്ല അടിപൊളിയായിട്ടാണ് ഷൂട്ട് ചെയ്തേക്കുന്നത്. ഫിലിമിൻ്റെ എഡിറ്റിംഗ് നല്ല ക്രിസ്പ് എഡിറ്റിംഗ് ആണ്, നല്ല ഫാസ്റ്റ് പേസ്ഡ് എഡിറ്റിംഗ് ആണ്, ഒരു ലാഗും ഇല്ല. സൗണ്ട്
സൗണ്ട് ഡിസൈൻ, എൻ്റെ ദൈവമേ, മഴയൊക്കെ പെയ്യുമ്പം ടെൻഷനൊക്കെ ഇൻഡ്യൂസ് ആകുന്ന ആ സൗണ്ട് ഡിസൈൻ നമ്മളെ തന്നെ അൺഈസി ആക്കും. മൂവിക്കകത്ത് കുറേ സീക്വൻസസ് ഉണ്ട് വിച്ച് മേക്സ് ദി ഓഡിയൻസ് വെരി അൺഈസി. ആ സീക്വൻസസ് ഒക്കെ ദി ഓവറോൾ ഡിറക്ഷൻ, ലൈറ്റിംഗ്, ദ സൗണ്ട്, ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ടെൻഷനൊക്കെ കാരണം നമ്മളവിടെ സീറ്റിൽ ഇരുന്ന് തന്നെ നമ്മുടെ ഇങ്ങനെ ഹാർട്ട് ബീറ്റൊക്കെ കൂടും. അജാതി ടെൻഷൻ ഇൻഡ്യൂസിങ് സീക്വൻസ് ആയി മൂവിക്കകത്തുള്ളത്. ഞാൻ പറഞ്ഞില്ലേ, കിടിലം പടമാണ്. ഇനിയും നെക്സ്റ്റ് പറയേണ്ടത് ആക്ടിങ്. മോഹൻലാലിൻ്റെ ആക്ടിംഗ് എന്ന് വെച്ചാൽ പിന്നെ പറയാനില്ല. പുള്ളി എന്ന് പറഞ്ഞാൽ ഒരു വെരി ഹാപ്പി ഗോ ലക്കി കൈയാണ്. പുള്ളിക്ക് നല്ലൊരു ഫാമിലി ഉണ്ട്, പുള്ളി നല്ലൊരു ഫാമിലി ലൈഫാണ് ജീവിക്കുന്നത്. പിന്നെ പുള്ളിക്ക് ഫ്രണ്ട്സ് ഉണ്ട്. പുള്ളി ഒരു ടാക്സി ഡ്രൈവറാണ് ഈ മൂവിക്കകത്ത്. അപ്പം പുള്ളിയുടെ പാസഞ്ചേഴ്സുമായിട്ട് പോയി വരുമ്പോൾ ഉള്ള ആ കോമഡിയും അവരുടെ കോൺവെർസേഷൻസും പുള്ളിയുടെ വണ്ടിയുമായിട്ടുള്ള പുള്ളിയുടെ അട്രാക്ഷനും, പിന്നെ ഞാൻ പറഞ്ഞില്ല, മൂവി ഒരു ടേൺ എടുക്കും, ഒരു ഡാർക്ക് ടേൺ. ആ ഡാർക്ക് ടേൺ മൂവി എടുക്കുമ്പോൾ പുള്ളിയുടെ ക്യാരക്ടറിന് വരുന്ന ട്രാൻസ്ഫോർമേഷൻ, പുള്ളിയുടെ ആ നോട്ടവും ഭാവവും, കുറേ എന്തുവാ പറയുന്നത്, ക്ലോസപ്പ് സീൻസ് ഉണ്ട്. പുള്ളിയുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് മാത്രം റെക്കോർഡ് ചെയ്യുന്ന സീൻസ്, നല്ല ക്ലോസപ്പായിട്ട്. ആ കണ്ണുകളും ആ എന്താ പറയുന്നത്, ആ കണ്ണു പോകുന്ന നോട്ടവും ആ ഓവറോൾ എക്സ്പ്രഷൻസും പുള്ളിയുടെ ആ ബോഡി ലാംഗ്വേജും കിട്ടില്ല. മോഹൻലാൽ back at doing what he does best, the range of emotions, the range of acting, അടിപൊളി ആക്ടിങ്. അതിൻ്റെ കൂടെ മോനെ ഈ മൂവിക്കകത്തൊരു വില്ലനുണ്ട്, പ്രകാശ് വർമ്മ, ഇഫ് ഐ എം നോട്ട് റോങ്. പ്രകാശ് വർമ്മയാണ് വില്ലൻ്റെ പേര്, ആക്ച്വൽ പേര്. പുള്ളി ഒരു ഫേമസ് ആഡ് ഫിലിം ഡയറക്ടർ ആൻഡ് പ്രൊഡ്യൂസറാണ്. എനിക്ക് തോന്നുന്നു പുള്ളിയുടെ ഫസ്റ്റ് മൂവിയാണ് ആസ് ആൻ ആക്ടർ. കാരണം ഞാൻ പേഴ്സണലി ഇതിന് മുമ്പേ പുള്ളിയെ കണ്ടിട്ടില്ല. പക്ഷേ ഞാൻ പുള്ളിയെ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരുന്നപ്പം എവിടെയോ വെച്ച് കണ്ടെന്നുള്ളത് എനിക്കൊരു ഫീലിംഗ് കിട്ടി. അപ്പം ഞാൻ മൂവി കഴിഞ്ഞ് പുള്ളിയെക്കുറിച്ച് റിസർച്ച് ചെയ്തപ്പോൾ അറിഞ്ഞു പുള്ളി ഒരു ഫേമസ് ആഡ് ഫിലിം മേക്കർ ആൻഡ് പ്രൊഡ്യൂസറാണ്. പുള്ളിയാണ് നമ്മുടെ വോഡഫോണിൻ്റെ സൂസു എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവന്ന് പുള്ളിയുടെ അതിൻ്റെ ആഡ്സ് എല്ലാം ഉണ്ടാക്കിയത്. അപ്പം ഞാൻ പണ്ടെങ്ങാണ്ട് പുള്ളിയുടെ ഒരു ഡോക്യുമെൻ്ററി കണ്ടിട്ടുണ്ട്, ഡോക്യുമെൻ്ററിയോ അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് പുള്ളി ഈ ക്രിയേറ്റീവ് പ്രോസസ്സിനെ ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്ത്, അപ്പം ആ മുഖം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അത് കാരണമാണ് ഞാൻ ഇത് എവിടെയോ കണ്ടിട്ടുണ്ട് പുള്ളിയെ. പക്ഷെങ്കിൽ പുള്ളി ഈ മൂവിക്കകത്ത് വെച്ചേക്കുന്ന ഒരു ഒരു ഡീമൺ ലെവൽ വില്ലൻ, ഒരു ഡെവിൽറി, ഈവിൾ വില്ലൻ എന്ന് വെച്ചാൽ ഇങ്ങനെ എന്താണ് നമ്മുടെ എമ്പുരാൻ്റെ വില്ലനൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ, ഞാൻ എമ്പുരാനായിട്ട് കമ്പയർ ചെയ്യുന്നതാണ് റീസെൻ്റ്ലി കണ്ട്, നമ്മുടെ ബജരംഗിയും പിന്നെ കൊറിയന്ന് വന്ന വില്ലനും ഇവരൊക്കെ ഒന്നുമില്ല. എന്ത് വെൽ റിട്ടൺ ഈവിൾ വില്ലനാണ്. നല്ല അടിപൊളി ആക്ടിംഗ് ആണ് പ്രകാശ് വർമ്മ ചെയ്ത് വെച്ചേക്കുന്നത്. കുറേ നാളുകൾക്ക് ശേഷം മലയാളം സിനിമയ്ക്കകത്ത് ഒരു അടിപൊളി ഈവിൾ 2000s കാണുന്ന വില്ലൻ പോലൊരു വില്ലൻ തിരിച്ചു വന്നേക്കുന്നത്. എന്ത് അടിപൊളി വില്ലനാണ്. അതിൻ്റെ കൂടെ ശോഭനയുടെ ആക്ടിങ്, പിന്നെ ബിനു പപ്പു പോലീസ് ഓഫീസറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, പുള്ളിയുടെ ആക്ടിങ്, എല്ലാവരും ആക്ടിങ്ങിൻ്റെ കാര്യത്തിൽ ഈ പടത്തിന്. പിന്നെ സപ്പോർട്ടിംഗ് ആയിട്ട് മണിയമ്പിള്ള രാജു ഉണ്ട്, കുറേ ഫേമസ് സപ്പോർട്ടിംഗ് ആക്ടേഴ്സ് ഉണ്ട്. നല്ല അടിപൊളി പെർഫോമൻസ് ആണ് ഇവർ കാണിച്ചു വെച്ചേക്കുന്നത്. ഓവറോൾ മൂവി എന്ന് വെച്ചാൽ നല്ല കോമഡി ഉണ്ട്, നല്ല ഇമോഷൻസ് ഉണ്ട്, ഫീൽ ഗുഡ് ആസ്പെക്ട്സ് ഉണ്ട്, പിന്നെ നല്ല മാസും അടിയും, കിണ്ടലടി, മോഹൻലാൽ തന്നെ പറയുന്നുണ്ട് കിണ്ടലടിയാണ്, കിണ്ടലടിയുണ്ട്. ആൻഡ് ഓവറോൾ ഫാമിലി പാക്കേജാണ് തുടരും, വിച്ച് ഈസ് എ റിയലി നൈസ് ഫിലിം. ലെറ്റ് മീ വാർൺ യു, ദ ലെസ് യു ഹിയർ അബൌട്ട് ദ ഫിലിം ദ ബെറ്റർ. സ്ക്രീനിൽ എന്താ സംഭവിക്കുന്നത്, എന്ത് കാരണമാണ് സംഭവിക്കുന്നത്, ഇതൊക്കെ നിങ്ങൾ ഒന്നും അറിയാതെ തിയേറ്ററിൽ പോയി എൻജോയ് ചെയ്യണം. അപ്പം കിട്ടുന്ന ആ ഫീലില്ലേ, ആ ക്ലൈമാക്സും ട്വിസ്റ്റും, നല്ല അടിപൊളി പടമാണ് തുടരും. ഗൈസ്, ഗോ വാച്ച് ഇറ്റ് ഇൻ ദ തിയേറ്റർ. ഇറ്റ് ഈസ് എ മസ്റ്റ് തിയേറ്റർ വാച്ച്. മോഹൻലാൽ അറ്റ് ഇസ് ബെസ്റ്റ്, സ്റ്റോറി ടെല്ലിംഗ്, ഡിറക്ഷൻ അറ്റ് ഇറ്റ്സ് ബെസ്റ്റ്. നല്ല അടിപൊളി പടം. So that is my review of the film. തുടരും. Go check it out in the theaters for sure. I will see you in another review with another video. Till then, take care. Goodbye.